الحمد لله رب العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم ബഹുമാനമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തഖ്വ ചെയ്യാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾക്ക് വന്നുപോയ പിഴവുകൾ അള്ളാഹുവിൻ്റെ മഹത്തായ കരുണ കൊണ്ട് അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈമാനോടുകൂടി ജീവിക്കാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അസുഖമുള്ള മകന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഉപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജോലിയിലും കുടുംബത്തിലും മക്കളിലുമെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു രോഗമുക്തരായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി നമ്മെ പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ മരിക്കുകയാണെങ്കിലും ആ മരണം ഏറ്റവും നല്ല മരണമായി തീരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് ചുറ്റും നാം ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും നിങ്ങളുടെ അന്ത്യം നന്നായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു മുഅ്മിനിന്റെ അവസാനം നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി അവൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ ദുആകളെ അവൻ കൊണ്ടു നടക്കണമെന്നൊക്കെ നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഫവല്ലദി നഫ്സി ബിയദിഹി. അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് നബി തങ്ങൾ പറയുകയുണ്ടായി, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിന്റെ അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ, എത്രത്തോളം എന്നാൽ, മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ, അഥവാ അത്രയും അവന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിനോട് അടുത്ത ആളായിത്തീരും. ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹ. അങ്ങനെ അവസാന സമയമെടുക്കുമ്പോൾ അവൻ അത്രയും കാലം ചെയ്തിരുന്ന നന്മയെ നിഷ്ഫലമാക്കിക്കൊണ്ട് അവന്റെ തിന്മ മുൻകടക്കുകയും അവൻ തിന്മ ചെയ്യുകയും നരകത്തിന്റെ ആളുകളിൽ ആയിത്തീരുകയും ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരു നരകവാസിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ നരകത്തിന്റെ അമലുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും നബി തങ്ങൾ അതേ ഹദീസിൽ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നത്, നമ്മൾ നമ്മുടെ അന്ത്യം നന്നാകാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. തീർച്ചയായും അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ പ്രത്യേകം പരിഗണിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വർത്തമാന കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിലൊക്കെ ഇത്തരത്തിൽ ദുർഭാഗ്യവാന്മാരായ ആളുകളെ കാണുവാൻ സാധിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ ധീരമായി പോരാടുകയും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ പറയുകയുണ്ടായി, തീർച്ചയായും ഇയാൾക്ക് ഇതിന്റെ പേരിൽ വലിയ പ്രതിഫലം ലഭിക്കും, ഇയാൾ സ്വർഗത്തിൽ വലിയ ആളായിത്തീരും. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ആ യുദ്ധത്തിലേറ്റ മുറിവ് കാരണം, അത് സഹിക്കാൻ കഴിയാത്തത് കാരണം ആത്മഹത്യ ചെയ്യുകയും അങ്ങനെ അയാൾ നരകത്തിന്റെ ആളുകളിൽ പെട്ടുപോവുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. നമുക്ക് ചുറ്റും ഇന്ന് ദീനിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതൊരുപാട് കാലം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത ആളുകൾ എക്സ് മുസ്ലിം എന്നുള്ള പേരിലേക്ക്, ആ ഒരു അഡ്രസ്സിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഏത് സമൂഹത്തെ എടുത്തു നോക്കുകയാണെങ്കിലും അന്ത്യ സമയം നന്നാകാതെയായി പോകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കൂട്ടരെ നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. വമൻ യർതദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോവുകയും അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ കാഫിറാണ്, അവിശ്വാസിയാണ്. ഫൗലായിക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ. അവരുടെ അമലുകൾ ദുനിയാവിലും ആഖിറത്തിലും തകർന്നു പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. ഫൗലായിക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. എന്നെന്നും ശാശ്വതവാസികളായിക്കൊണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അത്രയും കാലം എത്ര അമല് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷവും നല്ല അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ ആ കൂട്ടർ തീർച്ചയായും നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഭയം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സുഫിയാൻ സൗരി റഹിമഹുള്ളയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുസല്ലയിൽ, അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ സ്ഥലത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, അതുബുക്കി ദുനൂബ്, നിങ്ങളുടെ തിന്മകളാണോ നിങ്ങളെ കരയിപ്പിക്കുന്നത്? അദ്ദേഹം മറുപടി പറയുകയാണ്, അദ്ദുനൂബു അഹ്വനു അലയ്യ മിൻ ഹാദിഹി ഇന്നമാ അഖാഫു സൂഅൽ ഖാതിമ. നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ തിന്മകളൊക്കെ ഈ ഒരു കാര്യത്തിന് മുമ്പിൽ നിസാരമാണ്. അഥവാ തിന്മകൾ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കാം, പക്ഷെ നന്മകൾ ചെയ്തതിന് ശേഷം മോശമായ ഒരു അന്ത്യം, മോശമായ ഒരു മരണത്തെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി. ശേഷം അദ്ദേഹം നമ്മൾ നേരത്തെ ഓതി വെച്ച ആ ആയത്ത് തന്റെ കുടുംബത്തെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. വമൻ യർതദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ
എന്നുള്ള ആയത്ത് അദ്ദേഹം കുടുംബത്തെ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിനോട് ഏത് സമയത്തും ഈമാനോടുകൂടി ജീവിക്കുകയും അതിന് ഇസ്തിഖാമത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും ഈമാനും ഇസ്ലാമുമൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്തതിന് ശേഷം അതിലടിയുറച്ചു നിന്ന ആളുകൾക്കാണ് മരണസമയത്ത് അവരുടെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയും അവരെ യാതൊരു ഭയവും കൂടാതെ ദുഃഖവും കൂടാതെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവരെ ആനയിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശം അത് കറകളഞ്ഞതാക്കുകയും ഈമാനിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നബി തങ്ങൾ അരുളുകയുണ്ടായി, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത്, അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ആയി തീരുകയാണെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം നമ്മളൊരു വാക്ക് പറയലല്ല, മറിച്ച് നമ്മുടെ ആദർശത്തെ പ്രഖ്യാപിക്കലാണ്. അത് ജീവിതകാലത്ത് അതിനോട് നമ്മൾ കൂറുപുലർത്തുകയും അതെപ്രകാരം നമ്മുടെ ജീവിതത്തിലുള്ള അമലുകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവസാന സമയത്ത് നമുക്ക് കലിമ ഉച്ചരിക്കുവാൻ സാധിക്കുക. ഒരു തുണി അത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ അങ്ങനെ എന്ത് പാനീയത്തിലാണോ എന്ത് വസ്തുവിലാണോ അത് മുക്കിയെടുത്തുകൊണ്ട് പിഴിയുന്നത് അതിൽ നിന്ന് ആ വസ്തു പുറത്തേക്ക് വരുന്നത് പോലെ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ അമലുകളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതായിരിക്കും മരണസമയത്തേക്ക് പുറത്തേക്ക് വരിക എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ദിക്റുകളും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള തഖ്വയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തുകളും ഒക്കെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് കലിമ ഉച്ചരിക്കാൻ കഴിയുക എന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിമീങ്ങളല്ലാതെ മരിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് മരണം വന്നെത്തുവരെയും സൽക്കർമ്മത്തിലായി കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. റൂഹ് നമ്മളുടേത് വിട്ടുപിരിയുമ്പോൾ നമ്മളൊരു സൽക്കർമ്മത്തിലായിക്കൊണ്ടാണ് ആ റൂഹ് വിട്ടുപിരിയുന്നതെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അടുക്കല് വലിയ സ്വീകാര്യതയുണ്ടാകും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തീർച്ചയായും അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുമ്പോൾ അതിന്റെ അവസാനം, അതിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് പരിഗണിക്കുമെന്ന് നബി തങ്ങളുടെ ഹദീസിൽ പറഞ്ഞത്. നിനക്ക് മരണം വന്നെത്തുന്നത് വരെയും നിന്റെ രക്ഷിതാവിനെ നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഓരോ ദിവസവും ഓരോ സമയത്തും ഏതൊക്കെ അമലുകൾ നമ്മൾ ചെയ്യണമെന്ന് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ജീവിതം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ അത് ഒരു ജീവിത സംഹിതയാണ്. അഥവാ ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഏത് സമയത്തും ജീവിക്കാൻ കഴിയുന്ന യാതൊരു വിധത്തിലുള്ള കെട്ടിക്കൊടുക്കുകളുമില്ലാത്ത ഒരു ജീവിത സംഹിതയായിട്ടാണ് ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ആ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 വഖ്ത് നമസ്കാരം എന്ന് പറയുന്നത്. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ ഏതാണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ അതിന് മറുപടി പറയുന്നത് അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം കൃത്യമായി അതിന്റെ സമയത്ത് മുറപ്രകാരം നിർവഹിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല്. അങ്ങനെ ആ ഒരു നമസ്കാരം ഖളാ ആയിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ആ ബാധ്യത ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അയാളുടെ മരണം അത് മോശമായതായിരിക്കും എന്നല്ല, അള്ളാഹുവിനോടുള്ള ബാധ്യതയൊക്കെ നിറവേറ്റിക്കൊണ്ടായിരിക്കണം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു രീതിയിലായിരിക്കുമ്പോഴായിരിക്കണം നമ്മുടെ റൂഹ് നമ്മിൽ നിന്നും വിട്ടുപിരിയേണ്ടത്. ഇന്ന അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാ, ഒരു അടിമയുടെ അമലുകളിൽ വെച്ച് ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അവന്റെ ആ നമസ്കാരത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിൽ അവന് രക്ഷപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനൊന്ന് വിജയിക്കും. ആ നമസ്കാരത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിൽ അവന്
പിശക് പറ്റുകയാണെങ്കിൽ അവനന്ന് ദുഃഖവും അതുപോലെ തന്നെ പരാജയവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോ ദിവസത്തിലുമുള്ള 5 വക്ത നമസ്കാരം അത് നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ വൈകുന്നേരം അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ പിറ്റേന്ന് പ്രഭാതം വരെയും അതിൻ്റെ ബർക്കത്തുകൾ, അതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധേനയായിട്ട് നമുക്ക് നൽകുന്നതാണ്. ഇനി ഒരാൾ പ്രഭാതത്തിൽ ആ ദിക്റുകൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ബർക്കത്തും ശൈത്താനിൽ നിന്നുള്ള കാവലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദോഷം വരെയും അവന് നൽകുന്നതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ നബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അവസരത്തിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. ഏത് സമയത്തും ഏത് മേഖലയുമായി നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിലും അവിടെയൊക്കെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ദിക്ർ എന്ന് പറയുന്നത്. മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവരെയും പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഒരുപാട് ദിക്റുകളെ നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവെന്നാണ് നബി തങ്ങൾ ആ ദിക്റിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, അയാൾ പ്രഭാതത്തിൽ ചൊല്ലിക്കൊണ്ട് പ്രദോഷത്തിന് മുമ്പ് അയാൾ മരണപ്പെടുകയാണെങ്കിൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, അതിനൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ പല മേഖലകളിലുള്ള ദിക്റുകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു ആ അടിമയിൽ ഇഷ്ടമുള്ളവനായിക്കൊണ്ട് അവന് മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ താല്പര്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത ഒരു അടിമക്കുണ്ടാകേണ്ടത്, ഒരിക്കലും ഒരു അടിമ അവന്റെ നന്മകളിൽ, അവന്റെ സ്വാലിഹായ അമലുകളിൽ അത്യധികം പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് അതില് വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയം എപ്പോഴും ഉള്ളിലുണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മാനാണ്, റഹീമാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകണം. അൽ ഈമാനു ബൈന റജാഇ വൽ ഖൗഫ്. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷക്കും എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭയത്തിനും ഇടയിലാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യവും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കല് മരണാസന്നനായ ഒരു സഹാബിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക, എന്താണ് ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ? അദ്ദേഹം മറുപടി പറയുകയാണ്, അർജുല്ലാഹ യാ റസൂലല്ലാഹ് വ അഖാഫു ദുനൂബി. അള്ളാഹുവിന്റെ റഹ്മത്തില് എനിക്ക് പ്രതീക്ഷയുണ്ട് നബിയെ, പക്ഷേ ഞാൻ ചെയ്ത തിന്മകളെ കുറിച്ച് എനിക്ക് ഭയവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു. ഒരു അടിമയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള രണ്ട് വികാരങ്ങളും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമ ആഗ്രഹിക്കുന്ന ആ റഹ്മത്തിനെ അവൻ ആ അടിമക്ക് നൽകുന്നതാണ്. വആമനഹു മിമ്മാ യഖാഫ്. ആ അടിമ എന്തിൽ നിന്നാണോ ഭയപ്പെടുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് എന്തിൽ നിന്നാണോ ആ അടിമ ഭയപ്പെടുന്നത്, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമക്ക് നിർഭയത്വം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ നമ്മൾ ഭയക്കുകയും അത് വന്നു പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം.
വൻപാപങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻതജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു, നിങ്ങളെ വിലക്കപ്പെട്ട വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുപാപങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വനുദ്ഖിൽകും മദ്ഖലൻ കരീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാന്യമായ രീതിയിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ത്യസമയം അടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശൈത്താൻ വഴിപിഴപ്പിക്കുകയും ഈമാനിൽ നിന്ന് ത്യജിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഹദീസിന്റെ വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു, വഅഊദു ബിക അയതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിന്റെ സമയത്ത് ശൈത്താൻ എന്നെ റാഞ്ചി എടുക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് നബി തങ്ങള് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വഅലം അന്നൽ മആസി തസുദ്ദു അബ്വാബർ റിസ്ഖ്, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പിഴവുകൾ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ, അത് നമ്മുടെ റിസ്ഖിനെ തടയുന്നതിന് കാരണമാകുന്നതാണ്. വഅന്ന മൻ ضيع അംറ അല്ലാഹി ضيعه الله, ആരെങ്കിലും മനഃപൂർവ്വം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മറികടക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെയും അവഗണിക്കുന്നതാണ്. അവനെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലും അവൻ കുടുങ്ങിപ്പോകുന്നതാണ്. നബിതങ്ങളുടെ മറ്റനേകം ദുആക്കള് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനോട് അന്ത്യം നന്നാക്കി തരാനും അന്ത്യസമയത്ത് ദീനിൽ അള്ളാഹു ഖൽബ് ഉറപ്പിച്ചു നിർത്താനും വേണ്ടി നബി തങ്ങള് നിത്യവും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ തീരുമാനം കുറച്ചു കഴിഞ്ഞ് മാറാറുണ്ട്. ഇതുപോലെ ദീനിന്റെ വിഷയത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഈ ദുആ എപ്പോഴും ചൊല്ലണമെന്ന് നബി തങ്ങൾ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയം ദീനിൽ എല്ലാ സമയത്തും അല്ലാഹുവേ നീ അടിയുറപ്പിച്ച് നിർത്തണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകുകയും ഈമാനും ഇസ്ലാമും നൽകുകയും ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളിലും ഞങ്ങളുടെ ആ അമലിന്റെ അന്ത്യത്തെ നീ നന്നാക്കി തരണമേ. വഅജർനാ മിൻ ഖിസിയി ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിന്റെ നിന്ദയിൽ നിന്നും ആഖിറത്തിന്റെ അദാബിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈ ദുആയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. അല്ലാഹു തആല ഒരു മുഅ്മിനിന്റെ അജണ്ടയായി അവൻ വെക്കേണ്ടത് പരലോകമാണെന്ന് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാമിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് നമ്മൾ അജണ്ട ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ പരലോകമാകണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ ആ പരലോകം അജണ്ടയായി വെക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവൻ അവനാണ് മുഅ്മിൻ. അവന്റെ ആ പരിശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിക്കുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. ഇത്തരത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്യുകയും നന്മയിലായിക്കൊണ്ട് തിന്മയിലേക്ക് വഴുതിമാറുമ്പോഴും അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് നന്മയുടെ പാതയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തുകൊണ്ട് നമ്മൾ അന്ത്യം നന്നാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുകയും നമുക്ക് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമ്മേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സാന്ദർഭികമായി മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഫലസ്തീനിലെ വിഷയമാണ്. ഫലസ്തീനിലെ പ്രത്യേകിച്ച് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിലമായ നീചമായ ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബോംബിന് പുറമെ
ഇപ്പോൾ അവിടേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒരു മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും അവിടുത്തെ ജീവികൾ വരെയും നരകയാതന അനുഭവിച്ച് ഭക്ഷണം കിട്ടാതെ ദാഹിച്ചും വിശന്നും മരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൈകളിൽ തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഓരോ രക്ഷിതാക്കളും കാണുന്ന ആ ഒരു വേദനാജനകമായ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദുആകളിൽ ഫലസ്തീനികളെ കുറിച്ച് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി മസ്ജിദുൽ അഖ്സയുടെയും ഫലസ്തീൻ എന്ന നമ്മുടെ ആദ്യത്തെ ഖിബ്ലയുടെയും ഒക്കെ ആ പുണ്യഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർക്ക് ഈമാനോടുകൂടി അടിയുറച്ചു നിൽക്കാനും അവരുടെ മരണത്തെ ഷഹാദത്തായി അള്ളാഹു സ്വീകരിക്കുവാനും നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അത്തരത്തിലൊക്കെ അവരെ ഖബൂലാക്കുമാറാകട്ടെ. സൈനിസത്തിന്റെ കുടില തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവിടെ നിന്നും പലതരത്തില് വേദനാജനകമായ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ചെയ്യണം. നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ സൈനിസത്തിന്റെ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അവർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള അവരുടെ കച്ചവടങ്ങളെ ബഹിഷ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ആ രാജ്യത്തിന്റെ സിംഹഭാഗവും അതിന്റെ ബജറ്റിന്റെ സിംഹഭാഗവും പോകുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് അവര് നീക്കിവെക്കുന്നത്. അതിന് അവർക്ക് സഹായകമാകുന്നത് ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന അവരുടെ വ്യാപാര ശൃംഖലയാണ്. ചെറിയ ചെറിയ 2 രൂപയും 5 രൂപയും മുതലുള്ള സാധനങ്ങൾ, കുട്ടികൾ കഴിക്കുന്ന ചെറിയ ചെറിയ മിഠായികൾ മുതൽ വലിയ വലിയ പൈസയുടെ സാധനങ്ങൾ വരെയുള്ള വ്യാപാര ശൃംഖല മൊത്തം സൈനിസം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബഹിഷ്കരിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ അവർക്കുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണപ്പെട്ടവരെ അള്ളാഹു ഷഹാദത്തിന്റെ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമോടും ഈമാനോടും കൂടി ജീവിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാകാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ പോരാട്ടത്തെ നല്ല നിയത്തുള്ള പോരാട്ടമാക്കി കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ അള്ളാഹു അതിനെ ഒരു കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.